കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ ചേരുന്നു. പി വി കുട്ടനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അടക്കം വിളിക്കുന്നതാണ് കരീമിക്കയും ഒപ്പം തന്നെ രാഘവേട്ടനും. അപ്പോൾ ആ മത്സരം അത്തരത്തിൽ തന്നെ വലിയ തരത്തിലൊരു സൗഹൃദ മത്സരം കൂടിയാണ്. മണ്ഡലത്തിൽ പരിചിതരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള മത്സരം തന്നെയാണ്. എങ്ങനെയാണ് മുന്നണികളുടെ ഒരു വിലയിരുത്തൽ കോഴിക്കോടിനെ കുറിച്ച്? സിജു, കഴിഞ്ഞ 3 തവണയായി UDF ആണ് കോഴിക്കോട് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. അതേസമയം തന്നെ LDF വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയിച്ച മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണുകൂടിയാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ എളമരം കരീം എന്ന ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് ഈ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനായിരുന്നു LDF ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടി എല്ലാ സംഘടനാ സംവിധാനങ്ങളും വളരെ സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എളമരം കരീമിന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം രാജ്യസഭയിൽ ഉൾപ്പെടെ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾക്കും കോർപ്പറേറ്റ് നയങ്ങൾക്കും എതിരെ അതിശക്തമായ പോരാട്ടമാണ് രാജ്യസഭയിൽ എളമരം കരീം നടത്തിയിരുന്നത്. അതൊക്കെ അദ്ദേഹത്തിനുള്ള LDFനുള്ള വോട്ടായി മാറുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF കേന്ദ്രങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു കേന്ദ്രം കൂടിയാണ് കോഴിക്കോട്. അതിൻ്റെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയൊക്കെ ഏറ്റവും ആദ്യം തന്നെ പ്രതികരിക്കുന്ന വലിയ വലിയ സമരപരിപാടികൾ നടന്ന കേന്ദ്രമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നേതൃത്വം കൊടുത്തതും എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരുന്നു. അത് തീർച്ചയായും വോട്ടായി മാറി ഇത്തവണ LDFന് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് LDFനുള്ളത്. അതേസമയത്ത് തന്നെ MK രാഘവനെ തന്നെ വീണ്ടും രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം നിലനിർത്താനായിരുന്നു UDF ശ്രമിച്ചത്. MK രാഘവന് മണ്ഡലത്തിലുള്ള ബന്ധങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. പക്ഷേ കഴിഞ്ഞ 15 വർഷക്കാലമായി മണ്ഡലത്തിൽ ഒരു MP എന്ന നിലയിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ MK രാഘവന് സാധിച്ചിരുന്നില്ല. ആ വികസനം മുരടിപ്പും LDF പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കിയിരുന്നു. കൊടുവള്ളിയിൽ, അതായത് UDF സ്വാധീനമുള്ള കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരുന്നു. അതും UDFന് തിരിച്ചടിയാകും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോഴിക്കോട്ടെ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങളുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ UDFന് തിരിച്ചടിയായേക്കും.